ഈ മരണത്തിന്റെ വ്യാപാരികൾ അഥവാ മരണത്തെ പോലും വിറ്റ് രാഷ്ട്രീയ കച്ചവടം നടത്തുന്ന ചില നെറികെട്ടവന്മാർ ഈ നാട്ടിലുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, നിലമ്പൂരിലെ PV അൻവർ അബു അരീക്കോടിന്റെ മരണത്തിനിടെ തനിക്ക് ഇടതുപക്ഷത്തിനിടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അബു അരീക്കോട് ഞാനുമായിട്ട് വല്ലാത്ത ആത്മബന്ധത്തിലാണെന്ന് തോന്നിപ്പിക്കും വിധം ഒരു കച്ചവട താല്പര്യത്തോടു കൂടി തന്റെ റീച്ച് ഇടതുപക്ഷക്കാർക്കിടയിലേക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു നെറികെട്ട പ്രവർത്തനമുണ്ട്. വ്യക്തി എന്നുള്ള നിലയ്ക്ക് അടിമുടി കാപട്യമായിട്ടുള്ള വ്യക്തി ഒരു നന്മ മരം ചമയാൻ വേണ്ടി ചെയ്ത ഒരു നെറികേട് നിങ്ങൾ അറിയണം. ഇന്നിപ്പോ രാവിലെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് PV അൻവറിൻ്റെതായിട്ട് പുറത്തു വന്നു. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും. റിപ്പോർട്ടർ ചാനലൊക്കെ ഇതുപോലെ വലിയ കാർഡടിച്ച് അതിന് വലിയ പ്രചരണം കൊടുക്കുകയാണ്. ആ പോസ്റ്റ് നിങ്ങൾ അറിഞ്ഞതിന് ശേഷം ഈ പറയുന്ന മഹാന്റെ ദുരുദ്ദേശം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ചിലപ്പോൾ ഞെട്ടിപ്പോകും. അപ്പോൾ ആദ്യം ആ പോസ്റ്റിലൂടെ നമുക്ക് തുടങ്ങാം. ഇന്നലെ ഏകദേശം വൈകുന്നേരമാണ് അബുവിന്റെ മരണമുണ്ടാകുന്നത്. അബു അരീക്കോടിന്റെ മരണമുണ്ടായതിനു ശേഷം ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോ ഇടത് സൈബർ ഹാൻഡിൽ ഇടങ്ങളിലെല്ലാം അതൊരു വലിയ ചർച്ചാ വിഷയമാണ്. അത് സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ തോതിൽ റീച്ച് ഉണ്ട്. അതിന് വലിയ ചർച്ച നടക്കുന്ന സന്ദർഭത്തിൽ ഈ കാറ്റിനൊത്ത് തൂറ്റണമല്ലോ, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷക്കാർക്കിടയിൽ എന്നോട് ഒരു അനുകമ്പ ഉണ്ടാക്കാൻ പറ്റുന്ന ചില പഞ്ച് ഡയലോഗുകൾ വല്ലവനെയും കൊണ്ട് എഴുതിച്ചതായിരിക്കും. എന്തായാലും സ്വന്തം നിലയ്ക്ക് അങ്ങനെയുള്ള തോന്നൽ ഉണ്ടാകില്ലെന്ന് അദ്ദേഹത്തിന്റെ വർത്തമാനം എവിടെ കേട്ടാലും നാട്ടുകാർക്ക് മനസ്സിലാക്കാവുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും ആ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കും. പ്രിയപ്പെട്ട അബുവിന്റെ വിയോഗ ദുഃഖം ഘനീഭവിച്ച പകലാണെന്ന്. വേരു പിടിക്കുന്നതിന് മുമ്പേ ഒരു പൂമരം വേരറ്റു. മറയില്ലാതെ നിഷ്കളങ്കമായി ചിരിക്കുന്ന, സംസാരിക്കുമ്പോൾ ആശയങ്ങളും ശബ്ദവും ഒരുപോലെ ഗാംഭീര്യമുള്ളതായി മാറുന്ന അബു, ആത്മീയതയും ഇടത് സൈദ്ധാന്തികതയും സമന്വയിപ്പിച്ച് ഫാഷിസത്തിനെതിരെ ഉറച്ച നിലപാട് എഴുതിയും പറഞ്ഞും അബു എന്നോ ഒരിക്കൽ എൻ്റെ പ്രിയപ്പെട്ടവനായി. ആശയധാരകൾക്കും രാഷ്ട്രീയ ചിന്തകൾക്കും അതീതമായി ആ ബന്ധം നിലനിന്നു. ഹൃദയത്തിന്റെ സൗഹൃദത്തിൽ ഒരു ചരട് പൊട്ടിയ വേദനയാണ് എനിക്ക്. പറയാതെ വന്ന് നമ്മൾ അറിയാതെ കടന്നു പോകുന്ന ചിലരുണ്ട്, നക്ഷത്രങ്ങളെപ്പോലെ. എങ്കിലും എന്തായിരുന്നാലും ഒരു വാക്ക് എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് ഓർത്തു പോകുന്നു. ഏതോ ഒരു സിനിമയിൽ സോമന്റെ ഡയലോഗ് ഉണ്ട്, ഒന്ന് ഉറക്കെ നിലവിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ എന്നതുപോലെ. എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അതിന് സഹായിച്ചേനെ. ആരാണ് പറയുന്നത്? PV അൻവർ.